പൂരി ഇതുപോലെ ഉണ്ടാക്കിയാൽ ഒരെണ്ണം പോലും ബാക്കിയാവില്ല. അത്രയ്ക്കും കിടിലൻ ടേസ്റ്റാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ബൗളിലേക്ക് 1 കപ്പ് മൈദയും 1 സ്പൂണ് റവയും ആവശ്യത്തിന് ഉപ്പും വെള്ളം ചേർത്തിട്ട് ഇതുപോലെ നന്നായിട്ട് കുഴച്ചെടുക്കുക. എന്നിട്ട് ഒരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കുക. ആ സമയം കൊണ്ട് നമുക്ക് ഒരു ഫില്ലിംഗ് റെഡിയാക്കാനുണ്ട്. മിക്സി ജാറിലേക്ക് 3-4 തക്കാളിയും ചെറിയൊരു കഷ്ണം ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ചേർത്തിട്ട് നല്ല പോലെ ഇതേപോലെ പേസ്റ്റ് പോലെ അരച്ചെടുക്കണം. എന്നിട്ട് നമുക്ക് ഒരു പാനിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും പിന്നെ കുറച്ച് ജീരകം ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കി കുറുക്കിയെടുക്കണം. നന്നായിട്ട് കുറുകി വരാൻ വേണ്ടിയിട്ട് കുറച്ച് കടലപ്പൊടിയോ അരിപ്പൊടിയോ ചേർത്ത് കൊടുക്കാം. പിന്നെ കുറച്ച് ഉരുളക്കിഴങ്ങ് പുഴുങ്ങിയിട്ട് അതും കൂടി ചേർത്ത് കൊടുത്ത് നല്ലോണം മിക്സ് ആക്കുക. ലാസ്റ്റായിട്ട് നമുക്ക് പൊടിയായിട്ട് അരിഞ്ഞ ഉള്ളിയും തക്കാളിയും മല്ലിയിലയും കൂടി ചേർത്തിട്ട് നല്ലോണം മിക്സ് ആക്കി ഇതുപോലെ ചെറിയ ചെറിയ ബോളാക്കിയിട്ട് വെക്കുക. ഇനി നമ്മൾ കുഴച്ച് വെച്ച മാവിൽ നിന്ന് പൂരിയുടെ സൈസിലുള്ള മാവ് എടുത്തിട്ട് ഇതുപോലെ ഒന്ന് പരത്തിയിട്ട് അതിനകത്തേക്ക് നമുക്ക് ഫില്ലിങ് വെച്ചിട്ട് ഒന്ന് ലോക്ക് ചെയ്യാം. എന്നിട്ട് പ്ലേറ്റിൽ കുറച്ച് ഓയിലാക്കിയതിന് ശേഷം നമ്മൾ ഇതേപോലെ കൈകൊണ്ട് ജസ്റ്റ് ഒന്ന് പ്രസ്സാക്കിയിട്ട് പരത്തിയെടുക്കാം. ഇനി സാധാരണ നമ്മൾ പൂരി പൊരിക്കുന്നത് പോലെ തന്നെ പൊരിച്ചെടുത്താൽ ഇതുപോലെ സൂപ്പറായിട്ടുള്ള പൂരി റെഡിയാക്കാം.